നമസ്കാരം കൂട്ടുകാരെ. നമ്മൾക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതാകണം അതാവണമെന്ന്. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, സ്വന്തം ലക്ഷ്യബോധത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രയത്നമുണ്ട് തൻ്റെ സ്വപ്നങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ നേടിയെടുത്ത ഒരു കൊച്ചു പെണ്ണിൻ്റെ കഥയാണ്. നമ്മൾക്കെല്ലാം ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. നിങ്ങളൊന്ന് ഈ കഥ കേട്ടിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ജിതിൻ എന്ന കുട്ടിയുടെ കഥയാണ്. അവൻ്റെ അച്ഛന് ഒരു ലോറി ഡ്രൈവറായിരുന്നു. അമ്മ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യും. ജിതിന് പഠനത്തിൽ നല്ല കഴിവുണ്ട്, പഠിക്കാൻ വളരെയധികം താല്പര്യമുണ്ട്. പക്ഷെ അവൻ്റെ സാഹചര്യങ്ങൾ അവനെ പലപ്പോഴും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമായിരുന്നു. അവനെ നന്നായി പഠിപ്പിക്കണമെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. പക്ഷേ വലിയ സ്കൂളിൽ ചേർക്കാനോ ട്യൂഷൻ കൊടുക്കാനോ ഒന്നും അവർക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് ടീച്ചർ കുട്ടികളോടെല്ലാം ചോദിക്കാൻ തുടങ്ങി, മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താവാനാണ് താല്പര്യം? ഓരോരുത്തരായി എണീറ്റെന്ന് പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം ടീച്ചർ. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് എൻജിനീയർ ആവണം. വേറൊരാൾ പറഞ്ഞു, എനിക്ക് IAS ആവണം. അവസാനം നമ്മുടെ ജിതിൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു. അപ്പോൾ ജിതിൻ പറഞ്ഞു, മാം, എനിക്കൊരു ശാസ്ത്രജ്ഞനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിനെ സഹായിക്കാൻ വേണ്ടിയായിരിക്കണം. ലോകത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് സഹായവും സാഹചര്യവും ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം. അവൻ്റെ ഈ സ്വപ്നം കേട്ടപ്പോൾ ടീച്ചർ വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ കൂടെ ഇരുന്ന കൂട്ടുകാരെല്ലാം ഉറക്കെ ചിരിച്ചു. ഇവനാണ് ശാസ്ത്രജ്ഞനാവാൻ പോകുന്നത്. മര്യാദയ്ക്കൊന്ന് ട്യൂഷന് പോകാൻ പോലും പൈസ ഇല്ലാത്ത ഇവനെങ്ങനെയാണ് ശാസ്ത്രജ്ഞനാകുക? പക്ഷേ ജിതിൻ മനസ്സിൽ പറഞ്ഞു, പണമുണ്ടായിരിക്കില്ല, പക്ഷേ എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. എൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ട്. ജിതിൻ എല്ലാ ദിവസവും രാവിലെ പത്രം വിതരണത്തിന് പോകും. സ്കൂൾ വിട്ട് വന്നാൽ തൊട്ടടുത്തുള്ള ചന്തയിൽ പോയി പച്ചക്കറികൾ ഡീൽ കയറ്റാനും ഇറക്കാനും എല്ലാം സഹായിക്കും. അത് കഴിഞ്ഞ് ക്ഷീണിച്ച് രാത്രി വന്ന് അവൻ കിടന്നുറങ്ങില്ല. പകരം അന്ന് ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിപ്പിച്ച് മാത്രമേ അവൻ കിടക്കൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ ജിതിന് IIT പ്രവേശനം നേടി. അവൻ സമർപ്പിച്ച പ്രോജക്റ്റുകൾ അത് വളരെയധികം ശ്രദ്ധ നേടി. അങ്ങനെ അവൻ്റെ ഇത്ര ആത്മാർത്ഥമായുള്ള പ്രയത്നം കൊണ്ട് അവൻ ഇന്ത്യയിലെ ഒരു പ്രധാന ഗവേഷണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞനായി ജോലി കിട്ടി. ഒരു ദിവസം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, സർ, നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഇത്ര വലിയൊരു സ്ഥാനത്തിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? നിങ്ങൾ ഇന്ന് ഇത്ര വലിയ ഉയർന്ന പദവിയിലിരിക്കുന്നു. എന്താണ് അങ്ങയെ ഈ ഒരു ഉയർച്ചയിലേക്ക് നയിച്ചത്? അപ്പോൾ ജിതിൻ പറഞ്ഞു, മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിച്ചല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥതയും സത്യസന്ധതയോടെയുള്ള പ്രയത്നം ആവശ്യമാണ്. ആത്മാർത്ഥമായ പ്രയത്നം ആവശ്യമാണ്. അതേ കൂട്ടുകാരെ, വിജയത്തിന് വേണ്ടത് സമ്പത്തല്ല. സമ്പത്തുള്ള എല്ലാവർക്കും വിജയം നേടിയിട്ടില്ല. നമ്മുടെ മനഃശക്തിയാണ്. സമ്പത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അധികാരമുണ്ടോ എന്നുള്ളതല്ല. നമ്മളുടെ മനസ്സിൻ്റെ ഉറച്ച വിശ്വാസം, ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നം, നിരന്തര പ്രയത്നം, അതാണ് നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കണം, അതെ, ഉറച്ച മനസ്സോടുകൂടി ലക്ഷ്യത്തിന് പ്രയത്നിക്കാനുള്ള മനസ്സ് ആർക്കുണ്ടോ അവർക്ക് തീർച്ചയായും വിജയിക്കാൻ പറ്റും. അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെ പറ്റും. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റുപോയേക്കാം. പക്ഷേ നിരന്തരമായ പ്രയത്നം ഒരിക്കലും നിങ്ങളെ തളർത്തില്ല, ഒരിക്കലും നിങ്ങളെ അത് ലക്ഷ്യത്തിലെത്തിക്കാതിരിക്കില്ല. നിങ്ങൾ നിരന്തരം പ്രയത്നിച്ചു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പറ്റും. അതിനുവേണ്ടിയാവട്ടെ നിങ്ങളുടെ ഓരോ പ്രയത്നം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.